ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ട ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒരു സെൽഫ് ഡിഫെൻസ് ടെക്നിക്ക് തന്നെയാണ്. അതായത് നമുക്ക് സ്ട്രീറ്റിൽ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പല നമ്മൾ പുറത്തു പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പല രീതിയിലുള്ള അറ്റാക്കുകളാണ് നമുക്ക് വരിക പല രീതിയിൽ അറ്റാക്കുകൾ എന്ന് പറയുമ്പോൾ പല വീഡിയോസിലും നിങ്ങൾക്ക് ഒരുപാട് ടെക്നിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പൊക്കെ കൊടുത്തു തന്നെയാണ് പല ടെക്നിക്സും സംഗതികളൊക്കെ. നമ്മളിപ്പോൾ ഈ നെക്ക് കണ്ടില്ലേ, ഈ നെക്കിൽ നമ്മളിങ്ങനെ അമർത്തി പിടിക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ രണ്ട് തള്ളവിരലുകൊണ്ട് നമ്മളിവിടെ അമർത്തി പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബ്രീത്ത് കട്ടാകുന്നത് മാത്രമല്ല പ്രശ്നം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് അഥവാ ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് രണ്ട് കൈ ഇവിടെ ഫ്രീ ആണ് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അറ്റാക്ക് ചെയ്യാം ഫേസിലോട്ട് ഇടിക്കുക അല്ലെങ്കിൽ ലെഗ് കൊണ്ടൊക്കെ അറ്റാക്ക് ചെയ്യുക. പക്ഷേ നമുക്ക് ടെക്നിക്കൽ വശം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു കേസിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു ടെക്നിക്കലായിട്ട് നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ്. നല്ല ശ്രദ്ധിക്കുക. നമ്മൾ എന്തായാലും ഈ ഭാഗത്ത് പിടിക്കാൻ കൂടുതൽ സമയം കൊടുക്കാത്ത നല്ലത്. അത് നമ്മൾ ഇതിനെ ടൈറ്റ് ആക്കുന്ന മുമ്പ് തന്നെ, ഓവർ നെക്ക് ടൈറ്റ് ആക്കുന്ന മുമ്പ് തന്നെ നമ്മളിത് ചെയ്യണം. കാരണം ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രണ്ട് ഹാൻഡൊക്കെ നമുക്കത് പൊങ്ങി കിട്ടാൻ അതിന് പവർ ഒക്കെ നഷ്ടപ്പെടും. അത് നല്ല ശ്രദ്ധിക്കണം. കാരണം മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗത്തിലായിരിക്കും അറിയുന്ന ആളുകൾ പിടിക്കുക. ഒന്ന് അധികം നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള പിടുത്തം കൊടുക്കാതിരിക്കുക. ഒരാളായിട്ട് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ കഴിയുന്നതും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അഥവാ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ ഇങ്ങനെ ഒരു പിടുത്തത്തിൽ നമ്മൾ പെടുകയാണെങ്കിൽ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊന്ന് പിടിക്കുക, നൈസ് എടുക്കുക നിൽക്കുക. അപ്പം ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക. കണ്ടില്ലേ, വിത്തിൻ സെക്കൻഡ് മാത്രമേ കിട്ടുള്ളൂ, മിനിറ്റുകൾ കിട്ടില്ല. കാരണം വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്താണ് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് എന്തെങ്കിലും സംഭവിക്കും. ഇപ്പോൾ നമ്മളെന്താണ് എനിക്ക് എൻ്റെ കയ്യിനൊക്കെ നല്ല ബലമുണ്ട്. കാരണം എന്താ, ഇവിടെ ടൈറ്റ് ആക്കിയിട്ടില്ല. ഇവിടെ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് നമ്മളെ ഹാൻഡോ ലെഗോ ഒക്കെ പൊങ്ങാനും അറ്റാക്ക് ചെയ്യാനൊക്കെ പ്രയാസമായിരിക്കും. നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ടെക്നിക്കും നടക്കില്ല കേട്ടോ. കാരണം അത് ടൈറ്റിനനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ പിടുത്തത്തിനനുസരിച്ച് ആയിരിക്കും. എന്നാലും ഒരു 80% നിങ്ങൾ ഒരു ശത്രു എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമ്മൾ ഇന്ന ടെക്നിക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടല്ല എന്ന് വിചാരിച്ചിട്ടല്ല അവർ ചെയ്യുന്നത്. ഇതിനിപ്പോൾ ഞാൻ ഇന്ന ടെക്നിക്കാണ് ചെയ്യുന്നത് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ടെക്നിക്കിന് ഓപ്പോസിറ്റിലായിട്ടുള്ള ഒരു പിടുത്തും ബലവും ഇതിൽ നടത്തും അദ്ദേഹം. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഒക്കെ നെഗറ്റീവായിട്ടുള്ള ആളുകൾ ചിന്തിക്കുക. പക്ഷെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് നമുക്ക് ഫ്രണ്ട്സുകളുണ്ട്, യൂട്യൂബ് ഫ്രണ്ട്സുകൾ. അപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ എന്താണ്, ഇതിന് പകരം ഇപ്പോൾ ഇങ്ങനെ പിടിക്കാൻ ടൈം കിട്ടുമോ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കുമോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ വീഡിയോസ് മുഖേന നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സ്ലോവിൽ അല്ലെങ്കിൽ കുറച്ച് പവർ കുറച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. പിന്നെ വേറെ സംഗതി എന്ന് പറയുന്നത്, പല ആളുകളും ഈ പഠിച്ച ആളുകൾ ഒക്കെയാണ്, അല്ലെങ്കിൽ പഠിക്കാത്ത ആളുകളും പല ആളുകളും നമുക്ക് നമ്മളോട് പറയാറുണ്ട് വാട്സപ്പിൽ ഒക്കെയാണ്. കമൻ്റ് ആയിട്ടല്ല അധികം വരുന്നത്, ഒക്കെ ത്രൂ വാട്സപ്പാണ് നമുക്ക് വരുന്ന കാര്യങ്ങൾ. അതായത് ഇങ്ങനെ അപ്പോൾ നമ്മൾ ടെക്നിക്ക് ഇതിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിന് പകരം ഇങ്ങനെ നിന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ്, ഇദ്ദേഹം ഒരു ഓപ്പണൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അറിയില്ല ഞാൻ എന്ത് ടെക്നിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് രീതി ഇതിന് 100 അല്ലെങ്കിൽ 100 അബോ ഒരു 100ൽ പരം ടെക്നിക്ക് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും. അതിൽ ഏത് ടെക്നിക്കാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ നേരെ എടുക്കുന്നത് എന്നുള്ളത് അറിയുകയാണെങ്കിൽ മാത്രമേ അതിന് ഓപ്പോസിറ്റ് ഒരു സംഗതി ഇതിന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും മനസ്സിലാവും ശരിക്ക്. അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിനോട് ഫേസിന് അടിക്കാറ് നമ്മൾ ഇങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് അല്ല ബ്ലോക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇനി അദ്ദേഹത്തിന് പറയാം, അദ്ദേഹം എന്താ ചെയ്യുക, ഇനി അദ്ദേഹം വേണമെങ്കിൽ എന്താ ചെയ്യുക, അടിച്ചിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് കിട്ടൂല. അപ്പോൾ അതെന്താ വെച്ചാൽ മുന്നേ നമ്മൾ എന്താണ് അടിക്കുന്ന സമയത്ത് ഇങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അദ്ദേഹത്തിന് വലിച്ചെടുക്കല്ലോ. അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഇതുകൊണ്ട് അടിക്കുക. ഇവിടെ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതുകൊണ്ട് ഇതുകൊണ്ട് അടിക്കണ കാണിച്ചിട്ട് ഇങ്ങനെ അടിക്കും. അങ്ങനെ ചെയ്തൂടെ എന്ന് പറയും. അത് ഒരിക്കലും ഇതല്ല. കാരണം ഓപ്പണൻറ്റിനെ അറിയില്ല ഞാൻ ഇപ്പോൾ ഫേസിന് അടിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലോ സ്വാഭാവികമായിട്ടും അത് വേറെ വിഷയം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തും നെഗറ്റീവായിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരു സംഗതി അല്ല. പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക. എന്തായാലും പിടിക്കുക, പവറിലായിട്ട് പിടിക്കാൻ നോക്കുക. എന്തായാലും സംഗതി എല്ലാം ശ്രദ്ധിക്കുക. കാരണം മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗമാണ്. ജസ്റ്റ് ഒന്ന് പിടിച്ചപ്പോൾ തന്നെ പിടിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക. നമുക്കിതിൽ
നമുക്ക് ഹെഡ് കൊണ്ട് കൈ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് നല്ല ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് തല കുനിച്ചു നോക്കുക. കണ്ട, തല കുനിച്ചു നോക്കുക. തല കുനിക്കുന്ന സമയത്ത് ഇവിടെ ടൈറ്റ് ആണെങ്കിലും ചെറിയൊരു പെയിനൊക്കെ വരും, എങ്കിലും നമ്മളെ ബ്രീത്ത് കട്ടാവില്ല. പിന്നെ ഓവർ ടൈറ്റ് ആക്കിയിട്ട് ഈ വോളിലേക്ക് ഇട്ടേക്കണമെങ്കിൽ നടക്കില്ല കേട്ടോ. അപ്പോൾ അതിന് വേറെ ടെക്നിക്ക് അടുത്ത വരും വീഡിയോസിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ തരും. ഓക്കെ, എന്തായാലും നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് ഓരോ ആളുകളും റിക്വസ്റ്റ് ചെയ്ത ഓരോ ടെക്നിക്കുകളാണ്. അവർക്ക് വേണ്ടതായ ഇന്ന രീതിയിൽ എന്ത് ചെയ്യും, ഇന്ന രീതിയിൽ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള സംഗതികളാണ് ഓക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കാം. നമുക്ക് നേരെ തല താന്നാൽ മതി. കണ്ടില്ല, ഇങ്ങനെ ആയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ഇതാളെ കണ്ടില്ല റിലീസ് ആവും. ആ പിടുത്തത്തിന് ഒരിക്കലും നമുക്ക് ഇത് കിട്ടൂല. നല്ല ശ്രദ്ധിക്കാം. ഓക്കെ, ഇത് നേരെ മറിച്ച് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് റിസ്ക് ആണ്, കാരണം ഇവിടെ ടൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇങ്ങനെ ബാക്കൊക്കെ പോകാന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ താകാൻ ശ്രമിക്കുക. കണ്ടില്ല, ഇങ്ങനെ താന്ന് കഴിഞ്ഞാൽ തന്നെ ഇതിന് റിലീസായി ശരിക്കും നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടി. ഇനി അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ആ താന്നതിന് ശേഷം പകരമല്ല അതിന്, പിന്നെ നമ്മൾ താന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ തല തിരിക്കുക. കണ്ട, അപ്പോൾ സ്വാഭാവികമായിട്ടും ഹാൻഡ് നമുക്ക് ഇതിന് റിലീസായി. ഇതിന് റിലീസാകുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആളെ ലോക്ക് ചെയ്യാം. കണ്ട, ലോക്ക് ചെയ്യാം. ഓക്കെ, ഒന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാം, താന്നു കൊടുക്കുക. കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്ലോയിൽ ചെയ്യുന്നത്. ഇങ്ങനെ താന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാനൊക്കെ സുഖമാണ് അല്ലേ, അല്ലെങ്കിൽ കാല് വാര ഒക്കെ ചെയ്യാം. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് കാല് വാര തന്നെ നമുക്ക് എന്താണ്, ഇയാൾക്ക് ഇഞ്ചുറി പറ്റാതെ തന്നെ ഇയാളെ ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാം. അങ്ങനെ തിരിയാം. കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, അല്ല ഈ സൈഡിലേക്കും തിരിയാം, ഈ സൈഡിലേക്കും തിരിയാം. എങ്ങനെ തിരിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ പുറത്തേക്കായി. ഈ ഭാഗത്തിന് നമുക്ക് പവർ കൂടുതലായി. കാരണം ഇദ്ദേഹത്തിന് എന്താണ്, ഇതിന് ബാലൻസ് നഷ്ടപ്പെട്ടും ചെയ്തു. ഇപ്പം തന്നെ ഇത് റിലീസായി ശരിക്കും. ഇപ്പം കണ്ട, ഇത് ഇയാൾ കൈ വലിച്ചു കഴിഞ്ഞാൽ അത് പോവും. കൈ വലിച്ചു നോക്കുക, അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ആ വലിക്കുന്ന മുമ്പ് നമ്മൾ ഇദ്ദേഹത്തെ ലോക്കാക്കണം. നല്ല ശ്രദ്ധിക്കുക. ഒന്ന് പിടിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക. വിത്തിൻ സെക്കൻഡ് തൊട്ട് നമ്മൾ മാറുന്ന ശേഷം നമ്മൾ ഇങ്ങനെ തിരിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്യാച്ച് ചെയ്യുക. ഓക്കെ, കണ്ട, ഇപ്പോൾ ഇവിടെ ലോക്കായി. ഈ ലോക്കാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നീ അറ്റാക്ക് ചെയ്യുക, മറ്റുള്ള സംഗതികൾ ചെയ്യുക. ഈ സൈഡിലോട്ടും ക്യാമറ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, ഈ ഭാഗത്ത് ഇയാൾ ഇത് രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് പാടാവും. കണ്ടില്ലേ, ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടില്ലേ, ഇല്ല ഇത് നമുക്ക് എന്താണ് ഇടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഈ നെക്കോട്ട് കണ്ടില്ലേ, ഈ സൈഡിലേക്ക് നമുക്ക് എന്താണ്, നമുക്ക് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടില്ലേ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളിവിടെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത്രയും കണ്ടില്ലേ, നമുക്ക് ഇത് എന്തായാലും രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്സുകൾ നിങ്ങൾ മാക്സിമം പഠിക്കാൻ നോക്കുക. ഓക്കെ, പല ടെക്നിക്കുകൾ, അതായത് ഏത് രീതിയിലാണെങ്കിലും, ഇപ്പോൾ കൈ പിടിക്കുകയാണെന്നുണ്ടെങ്കിലും, വലത് കൈ പിടിക്കുകയാണെന്നുണ്ടെങ്കിലും, ഇടത് കൈ പിടിക്കുകയാണെന്നുണ്ടെങ്കിലും, രണ്ട് കൈ പിടിക്കുകയാണെങ്കിലും, ഷോൾഡർ ആണെങ്കിലും, നെക്കാണെങ്കിലും, ബാക്കിൽ നിന്ന് പിടിക്കുകയാണെങ്കിലും, ഇത്തരത്തിലുള്ള പല ടെക്നിക്സ് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, വൺസ് അഗൈൻ അല്ലേ, യെസ്, നമ്മളെല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ വിത്തിൻ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് മാറുക, പിടിക്കുക. കണ്ട, പിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കാം, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒന്ന് നോക്കാം. അത് ചെയ്യുന്ന സമയത്ത് ക്യാച്ച് ചെയ്യാം. കണ്ടില്ലേ, സമയം കിട്ടില്ല കേട്ടോ, അത് പെട്ടെന്ന് സമയം കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. കാരണം വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മൾ ചെയ്യാൻ കഴിയണം. ഓക്കെ, വിത്തിൻ സെക്കൻഡ് നമ്മൾ കയ്യിലേക്ക് നമ്മുടെ നെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മൾ താന്ന് കൊടുക്കുക, പെട്ടെന്ന് താവാൻ ശ്രമിക്കുക. താന്ന് ബാക്കൊക്കെ വലിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിലീസായ സംഗതി. ഇനി ക്യാച്ച് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ക്യാച്ച് ചെയ്യുന്നത് നമുക്ക് ചില അദ്ദേഹത്തെ ഒന്ന് കണ്ടില്ലേ തിരിച്ച് ഒരു അറ്റാക്ക് ചെയ്യണം അല്ലെങ്കിൽ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് തള്ളി കൊടുക്കാം, കണ്ടില്ലേ, അദ്ദേഹം അങ്ങോട്ട് പോയിക്കോളും. ഓക്കെ, എന്തായാലും നമ്മൾ വീഡിയോസ് വളരെ ലെങ്തായിട്ട് വരണ്ട എന്നില്ല. കാരണം വ്യൂസ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ വെറുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ ഓരോ ടെക്നിക്സ് നമ്മൾ ഇടുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കിലി നമ്മൾ ഒരു വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, സമയം കിട്ടാത്തതുകൊണ്ടാണ്, മറ്റുള്ള പ്രൊഫഷണൽ സംഗതികൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീക്കിലി നമ്മൾ എന്താണ്, നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആഴ്ചയിൽ നമുക്ക് ഒരു വീഡിയോസ് എങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ഇതിലാണ്. വളരെ റിസ്ക് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സമയമില്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഈ വീഡിയോസ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യഗൗരവങ്ങൾ മനസ്സിലാക്കിയിട്ട് മാക്സിമം എന്താണ് നമ്മളുടെ ചാനലിന് ഒരു ഉയർച്ച കിട്ടുന്നത് വേണ്ടിയിട്ട് നിങ്ങളുടെ സഹകരണമുള്ള നമ്മളുടെ വിജയം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്താണ് നമ്മളെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഷെയറിംഗ് ആണ് നമുക്ക് അടുത്തൊരു വീഡിയോസ്
ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വിലപ്പെട്ട കമൻറ്റുകൾ. ഓക്കെ, വാട്സപ്പിലൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.